മാധ്യമങ്ങളെ കാണുകയാണ്. തൊണ്ടി മുതൽ എൻക്വയറി ഉത്തരവിടും എന്നുള്ളതാണ് ചിലരൊക്കെ ഹെഡ്ലൈൻ കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും അതുണ്ടായിട്ടില്ല. പിന്നെ വിചാരണ നേരിടുക എന്ന് പറഞ്ഞാൽ വിചാരണയുടെ ഓരോ ഘട്ടങ്ങളുണ്ട്. അത് വരട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോകും. എനിക്കിതിൽ യാതൊരു ആശങ്കയില്ല, ഒരു ഭയവും ഇല്ല. സർക്കാർ എടുത്തിട്ടുള്ളൊരു നിലപാട്, സർക്കാരിന്റെ സത്യവാങ്മൂലം അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് സർക്കാർ പറയുന്നത്. അങ്ങയുടെ ഒരു രീതി കാണിക്കുന്നത് അല്ലല്ലോ, അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ കള്ളക്കേസ് എനിക്കെതിരെ രൂപപ്പെടുത്തിയെടുത്തത്. അതിനു മുമ്പ് 1990 കേസാണിത്. 90 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ വിവിധ ഏജൻസികൾ അന്വേഷിച്ചല്ലോ. ഇന്റർപോൾ അന്വേഷിച്ചു, CBI അന്വേഷിച്ചു. അതിൽ ഞാനല്ല പ്രതി, വേറെയാണ് പ്രതി എന്ന റിപ്പോർട്ടുണ്ടല്ലോ. ഇന്റർപോളും CBI അന്വേഷിച്ചിട്ട് കൊടുത്ത റിപ്പോർട്ടൊന്നും നിങ്ങൾ കാണുന്ന കോടതിയിലുണ്ടത്. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രതികൾ വേറെയാണ്. AK ആന്റണിയുടെ കാലഘട്ടത്തിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും ഈ കേസിൽ ഞാൻ നിരപരാധിയാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2006 തെരഞ്ഞെടുപ്പിൽ എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ രാഷ്ട്രീയ വിരോധം തീർക്കാൻ ശ്രീ ഉമ്മൻചാണ്ടി അടിയന്തരമായിട്ട് പുനരന്വേഷണം ഉത്തരവിടുകയും ഒരു കള്ളക്കേസുണ്ടാക്കി കുറ്റപത്രം കൊടുക്കുകയാണ് ചെയ്തത്. ഇതിൽ തന്നെ CBI എൻക്വയറി വേണമെന്നുള്ള നിലയിലേക്കാണ് സുപ്രീം കോടതിയിലേക്ക് ആദ്യം ചർച്ചകൾ നടന്നതും ചിലർ ആവശ്യം ഉന്നയിച്ചതും. അതെന്തായാലും സുപ്രീം കോടതി അംഗീകരിച്ചില്ലല്ലോ. അപ്പോൾ വിചാരണ നേരിടണമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധിയെങ്കിൽ വിചാരണ നേടുന്നതിന് എനിക്കൊരു ഭയമില്ല. കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോയാൽ ആത്യന്തികമായ വിജയം എനിക്ക് തന്നെ ഉണ്ടാവും. നല്ല ആത്മവിശ്വാസം എനിക്ക്. അതല്ലല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഒരു സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനെതിരെ മറ്റൊരു സർക്കാർ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പോലീസിന് കൊടുക്കാൻ സാങ്കേതികമായി നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒരു കോടതിയുടെ മുമ്പിൽ തന്നെ സർക്കാർ ഒന്നാണല്ലോ, മാറി ഭരണത്തിൽ ആളുകൾ മാറി വന്നാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നൊരു നിലപാടിൽ ആ ഫയൽ ചെയ്ത പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അതിൽ ഉറച്ചു നിൽക്കേണ്ടി വരും. അതിലെന്താ ആശങ്ക? പക്ഷേ അങ്ങേ ഇത് വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ല. കാരണം BSന്റെ സമയത്ത് അങ്ങേക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടത് പോലും ഈ ഒരു കേസിന്റെ കാര്യം പറഞ്ഞാണ്. അതാണ് ഞാൻ പറയുന്നത്. 2006 എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോഴാണ്, അന്ന് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നല്ലോ അധികാരത്തിൽ. അവർ ഈ കേസ് എനിക്കെതിരെ പുനരന്വേഷണം ഉത്തരവിടുകയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന വേളയിൽ കുറ്റപത്രം കൊടുക്കുകയും എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ഇല്ലാതാക്കി. പക്ഷേ അവിടെ നിന്നാണ് ഞാൻ ഉയർത്തെഴുന്നേറ്റ് സ്ഥാനാർത്ഥിയായതും മന്ത്രിയായതും. അതുകൊണ്ട് ഇത്തരം ഇതിലൂടെ എല്ലാം കടന്നുപോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരു ഭയവുമില്ല. ഇതുപോലുള്ള പ്രതിസന്ധികളാണ് എന്നെ കൂടുതൽ കരുത്തനാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, പൊതുപ്രവർത്തനത്തിൽ ഇത് യാതൊരു വിധത്തിലുള്ള കുറവുണ്ടാക്കില്ല. കൂടുതൽ എനിക്ക് ശക്തിയും കരുത്തും പകരുകയുള്ളൂ. സത്യവാങ്മൂലത്തിൽ പോലും ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം അങ്ങയുടെ നിലപാടുകളോട് യോജിക്കുന്നു എന്ന് പറയുകയും എന്നാൽ വസ്തുതകളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു പറയുന്നു. മറ്റൊരു സർക്കാർ ഒരു വൈരാഗ്യബുദ്ധിയിൽ ചെയ്ത കാര്യമാണെങ്കിൽ അത് ഈ സർക്കാരിന് കൃത്യമായി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ അല്ല. അങ്ങനെ അതുകൊണ്ടാണല്ലോ അങ്ങ് പറഞ്ഞതുപോലെ അതും ബോധ്യപ്പെടുത്തിയെന്നല്ലേ പറയുന്നത്. അതും ബോധ്യപ്പെടുത്തി. അത് ഞാൻ പറഞ്ഞ അതൊക്കെ കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ വക്കീലന്മാർ ഉയർത്തുന്ന നിയമപരമായ കാര്യങ്ങളാണ്. ഏതായാലും ഇത് അതായിക്കോട്ടെ. ഏതായാലും 34 വർഷമായല്ലോ, വിചാരണ തുടങ്ങിയിട്ടില്ലല്ലോ ഇതുവരെ. ഓരോ നിയമ നടപടികളിലൂടെയും കടന്നുപോയതാണല്ലോ, കടന്നു പോകട്ടെ. ആ പ്രോസസ്സിലൂടെ പോയി. ഞാനിത് പറയാം, ഇത് 2006 ഫയൽ ചെയ്ത കുറ്റപത്രത്തിനെതിരെ ഞാൻ കോഷ് ചെയ്യാൻ ഒരിക്കലും പോയിരുന്നില്ല. പക്ഷേ 2021 ഞാൻ മന്ത്രിയായതിന് ശേഷം എന്നെ ആ കേസ് വീണ്ടും ചിലർ കുത്തിപ്പൊക്കി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമമാണ്. അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയി ആ FIR ക്വാഷ് ചെയ്തത്. അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് നിയമപരമായി ഉണ്ടാകുന്ന ഓരോ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഓരോ ഘട്ടങ്ങളാണ്. ആ ഘട്ടത്തെയൊക്കെ ഞാൻ തരണം ചെയ്തിട്ടുണ്ട്, അതിജീവിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഇതിലും വിചാരണയെ നേരിടാനാണ് കോടതി പറയുന്നതെങ്കിൽ വിചാരണ കോടതിയിൽ തന്നെ നേരിടും. എൻ്റെ നിയമപരമായ എനിക്കുള്ള എല്ലാ സാധ്യതകളും ഞാൻ പരിശോധിക്കും. നിയമത്തിൻ്റെ വഴിയിലൂടെ പോയാൽ തീർച്ചയായിട്ടും നീതി എൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവും. 100% ഉറപ്പുണ്ട്. കാരണം കോടതിയുടെ മുമ്പിൽ തന്നെ വേറെ ആളുകൾ കുറ്റം ചെയ്തതായിട്ട് ഇന്റർപോളും CBIയും AK ആന്റണിയുടെ കാലത്തുള്ള പോലീസിൻ്റെ അന്വേഷണത്തിന് റിപ്പോർട്ട് കോടതിയിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഞാനെന്തിനു ഭയക്കണം? പക്ഷേ പ്രൊസീഡിങ്സ് അവസാനിപ്പിക്കുന്നത് മാത്രമല്ല, പുനരന്വേഷണം വന്നിരുന്നെങ്കിൽ അവർക്ക് ആശ്വാസമാണ്. പക്ഷേ ഇത്
അന്ന് എവിടെയാണോ അവസാനിച്ചത് അവിടുന്ന് വിചാരണ തുടരാനാണ് പറയുന്നത്. അല്ല, അതാണ് അന്ന് അവിടെ അവസാനിച്ചിടത്തല്ലേ. 2006 കൊടുത്ത കുറ്റപത്രത്തിന്റെ രീതിയിൽ വിചാരണ തുടരാനാണ്. ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അതിൽ പോലും എനിക്ക് ഭയമില്ലായിരുന്നു. ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 2006 ആ കുറ്റപത്രത്തിനെതിരെ കോടതിയിൽ അന്ന് പോകുമായിരുന്നല്ലോ. ഞാൻ 15 കോടതി വിധിയെ പറ്റി ആശങ്കയില്ല. രാഷ്ട്രീയ വിരോധം തീർക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ പുനരന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആന്റണി രാജു പറയുന്നത് എങ്കിൽ പോലും അതൊരു രാഷ്ട്രീയ കുരുക്ക് ആണ് എന്നാണ് അപർണ നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത്. കാരണം മന്ത്രിസ്ഥാനത്ത് നീക്കാൻ ചിലർ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഇത് എന്ന് മാത്രമല്ല, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു MLA എന്ന നിലയിൽ അങ്ങനെ വലിയ രാഷ്ട്രീയ സ്വാധീനമൊന്നുമുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധിയല്ല. ഇവിടെ പ്രോസിക്യൂഷൻ എന്തായാലും 1 വർഷത്തിനകം വിചാരണ നടത്തണം എന്ന് കോടതി പറഞ്ഞിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ എന്തായിരിക്കും പ്രോസിക്യൂഷന്റെ നിലപാട്, സർക്കാരിന്റെ നിലപാട് എന്നത് നിർണായകമാകും. തിരുവനന്തപുരം മണ്ഡലത്തിൽ പണ്ടേ CPM-ന് ഒരു കണ്ണുണ്ട് എന്നതും വസ്തുതയാണ്. അപ്പോൾ ആന്റണി രാജുവിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്ന നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിക്കാം. അതെന്ത് എന്നത് കൂടി പറയുന്ന വാക്ക് സ്വന്തം മുന്നണിയിലേക്ക് തന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് രാഷ്ട്രീയ കുരുക്ക് മുറുകുമോ എന്നാണ് നമുക്ക്